ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ റംദാനിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. കുറച്ച് ഈദ് പ്രിപ്പറേഷൻസും കാണിക്കുന്നുണ്ട്. റംദാനിലെ മുഴുവൻ ദിവസങ്ങളും നമ്മൾ കുറേ എണ്ണക്കടികൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളൊരു പിസ്സയിൽ ഒതുക്കിയാണ് കേട്ടോ. ഒരു തട്ടിക്കൂട്ട് പിസ്സ റെസിപ്പിയാണ്. അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പിസ്സ റെസിപ്പി അത്യാവശ്യം നേരം വെയിറ്റ് തന്നെയുണ്ട് നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് തന്നെ നമ്മൾ പാലിലോട്ട് കുറച്ച് ഉപ്പും പഞ്ചസാരയും ഈസ്റ്റും കൂടിയിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കണം കേട്ടോ, ഒന്ന് പൊന്തി വരാനായിട്ട്. പിന്നെ നമുക്ക് ഇതിനായിട്ട് കുറച്ച് പിസ്സ സോസ് വേണം കേട്ടോ. അതിനായിട്ട് നമ്മൾ ഒരു 2 തക്കാളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കണം. ഒന്ന് വറ്റി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് വിനാഗിരിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു പുളിക്ക് ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടെ യൂസ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഗാർലിക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കുറച്ച് ഷുഗറും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലേക്സും അതുപോലെ പാപ്രിക്ക പൗഡർ ഇടേണ്ടത്. നമ്മളുടെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് നമ്മൾ സാധാ മുളകും പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പിസ്സയ്ക്ക് ആവശ്യത്തിനുള്ള വെജീസൊക്കെ കട്ട് ചെയ്തു. ഒരു പാൻ ചൂടാക്കിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിനാവശ്യത്തിനുള്ള നമ്മൾ മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതൊരു വെജിറ്റബിൾ പിസ്സ എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് നമ്മളിതിലൊരു എഗ്ഗ് ചേർക്കുന്നുണ്ട്. മുട്ടയിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ നന്നായി ചിക്കിയെടുത്ത് നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. സെയിം പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ വെജീസൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വെജീസിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലപോലെ സോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എഗ്ഗും കൂടി ഇട്ടിട്ട് അതിനാവശ്യത്തിനുള്ള സോയ് സോസും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിസ്സയ്ക്ക് ആവശ്യത്തിനുള്ള ടോപ്പിങ്സൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഡോ എടുത്തിട്ട് നമ്മൾ ഫ്രൈ പാനിൽ നന്നായിട്ട് പരത്തി ഒന്നിങ്ങനെ ഫോക്ക് വെച്ചിട്ട് നമ്മൾ കുത്തി കൊടുക്കണം കേട്ടോ, ബിക്കോസ് നമ്മളിത് വീണ്ടും വീർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് നമ്മൾ പിസ്സ ടോപ്പിങ്സും കൂടെ നമ്മൾ ടോപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് നമ്മൾ ടോപ്പിൽ കുറച്ച് മൊസറല്ല ചീസും കൂടി ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കണമെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ട്. നമ്മൾ ഒരു ആക്രാന്തത്തിൽ ഗ്രേറ്റ് ചെയ്തുകൊണ്ട് അത്ര ഒരു ലുക്ക് പോരായിരുന്നു. അങ്ങനെ നമ്മൾ പിസ്സ ഒക്കെ റെഡിയാക്കി വെച്ച നേരത്തെ നമ്മൾ ബാങ്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ നിന്ന് ഇന്ന് വലിയ സ്പെഷ്യലും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഫ്രൂട്ട്സും അതുപോലെ ഓംലെറ്റ് ബജിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ പിസ്സ ഒക്കെ റെഡിയായി നമ്മളതൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. അങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കോഫിയാണ് ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പള്ളിയിൽ തക്ബീറൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി നാളെ പെരുന്നാളാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ വിത്തറിൻ്റെ അരിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ റെഡിയാക്കി അതൊക്കെ കൊടുക്കലും പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പെരുന്നാളിന് നമ്മളുടെ മെയിൻ പരിപാടി ഈ മൈലാഞ്ചേരിലാണ്. അപ്പോൾ നമ്മൾ മൈലാഞ്ചേരിലൊക്കെ കഴിഞ്ഞു കേട്ടോ. നിങ്ങളുടെയൊക്കെ പെരുന്നാൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ മെഹന്തി ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒരു 12 മണി 1 മണിയൊക്കെ ആയിട്ടോ. അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ബൈ.